മുൻപ് നരസിംഹറാവു കേസ്, അതായത് JMM കോഴ കേസ് എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന കേസ്, അത് നരസിംഹറാവു കേസും എന്നും അറിയപ്പെടും, ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഈ നരസിംഹറാവു ഗവൺമെൻറ്റിന്, അവരെ യഥാർത്ഥത്തിൽ ആ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം അന്നില്ല. അതിന് ഭൂരിപക്ഷം തയ്ക്കണമെങ്കിൽ കുറേ ആളുകളും കൂടെ 8 പേരെയോ മറ്റോ ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് പണം കൊടുത്തിട്ട് അവരെ പിടിച്ച് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. MP മാരെ അത് സോറനൊക്കെയാണ്, അവരും ഒക്കെയാണ് ഇത് പണം വാങ്ങി ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെതിരെ നടപടി വന്നപ്പോൾ ആ കേസ്, അത് CBIക്ക് ആ കേസ് പോയി, അന്വേഷണം പോയി. ആദ്യമൊക്കെ CBI അതൊന്നും കേസൊന്നും എടുക്കാൻ തയ്യാറായില്ല. കാരണം നരസിംഹറാവു ഭരിക്കുന്ന സമയമാണല്ലോ, അത് എടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അത് CBIക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വന്നു. CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തു കേട്ടോ. ഈ കൈക്കൂലി വാങ്ങിയെന്നവർ ഏതാണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഏതാണ്ട് 6 കോടി 8 കോടി രൂപ അന്നത്തെ കാലത്ത്, ഇത് വളരെ മുമ്പാണ് കേട്ടോ, വാങ്ങിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമാണ്, അവകാശമാണ് എന്നുള്ള രീതിയിലും, പിന്നെ ഇതിന് അങ്ങനെ പണം വാങ്ങിയ തെളിവില്ല, ഇനി പണം വാങ്ങിയെന്നുള്ള രീതി അവരെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ഒക്കെ എടുത്തു. അങ്ങനെ വന്നിട്ട് കാഴ്ചപ്പാടെടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ അന്ന് 5 അംഗ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, 5 അംഗങ്ങൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്. ആ ബെഞ്ച് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആരോപണമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇവർക്ക് ഏതാണ്ട് ഇതിനുള്ള അവകാശം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വിധി വന്നു. അപ്പോൾ അത് വന്നതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടായി അത് മൂലം. കാരണം പിന്നെ അങ്ങോട്ട് തുടങ്ങി MLA മാരെ വിലയ്ക്ക് വാങ്ങിക്കുക. MLA മാരെ ഇത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ പൂച്ച കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെ ഇവന്മാരെയും കൊണ്ട് നേരെ പോവുകയാണ് സിംലയിലേക്ക്, അല്ലെ ഡാർജിലിംഗ്, അല്ലെ ബാംഗ്ലൂർ, അല്ലെ ഗുജറാത്ത്, എവിടെയെങ്കിലും ഒക്കെ അങ്ങ് കൊണ്ടുപോകാം ബസ്സിനകത്തൊക്കെ കയറ്റി. എന്നിട്ട് വല്ല പഞ്ചനക്ഷത്ര ഹോട്ടലിലും കാണാം അങ്ങ് താമസിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ, അത് ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിപ്പിക്കത്തില്ല ഒരു ഹോട്ടലിൽ. കാരണം മറ്റവന്മാർ വന്ന് പിടിക്കും. ഇപ്പം ഇവർ 50 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മറ്റവന്മാർ 100 കോടി കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അടുത്ത് വരുമ്പോൾ അതിലോട്ട് വീണ് പോകാതിരിക്കാൻ ഇവരെ വീണ്ടും കടിച്ചെടുത്ത്, ഇല്ല പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവെക്കുന്നവർ വീണ്ടും കടിച്ചെടുത്ത് ബസ് കയറ്റി അടുത്ത ഹോട്ടലിലേക്കാണ്. ഇതുപോലെ ഇങ്ങനെ റിസോർട്ടുകളും ഹോട്ടലുകളും മാറ്റി മാറ്റി ഇവരെ കൊണ്ടു നടക്കേണ്ട ഗതികേടാണ് നേതൃത്വത്തിനുള്ളത്. അതാണ് അവരുടെ തന്നെ പേരും പറഞ്ഞ് വാങ്ങിച്ച് വോട്ടും വാങ്ങിച്ച് ജയിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇവരെന്ത് വിലയായി കൊടുക്കുന്നത്? ഈ പോയി നിന്ന് വേർത്തൊലിച്ച് അല്ലെങ്കിൽ മഴ നനഞ്ഞ് വോട്ട് ചെയ്യുന്ന ഈ പാവങ്ങൾക്ക് എന്ത് വില ഇവർ കൊടുക്കും? ഇലക്ട്രേറ്റിന് വല്ല വിലയും ഇവർ കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. കാരണം ജയിച്ചു കഴിഞ്ഞാൽ അവർ കിട്ടണുള്ള അവർ ചെയ്യുന്നത്. അതാണ് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വന്ന് ഇഷ്ടമാതിരി പണം ഇങ്ങോട്ട് വാങ്ങാൻ തുടങ്ങി. കാരണം അത് വാങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ അടുത്ത ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി. രാഷ്ട്രീയത്തിൽ ഇത് പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നവരെ ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് BJP ആണ്. കാരണം അവർ ഒരുപാട് സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചെടുക്കാനായിട്ട് ഒരുപാട് MLA മാരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവരെ കൂടെ അങ്ങ് ചെല്ലുകയാണ്. അതിനൊന്നും പണം കൊടുത്തതിന് യാതൊരു തെളിവും നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഈ പണം കൊടുക്കുന്ന ആരും മയക്കുവെട്ട് വെച്ച് വിളിച്ചു പോയി ഞാൻ ഇത്ര രൂപ കൊടുത്ത് അവനെ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇത് വളരെ സീക്രസി നടക്കുന്ന ഒരു കാര്യമാണ്. ഈ വിവാഹത്തിന് ഡൗറി കൊടുക്കുന്ന മാതിരി വളരെ സീക്രസിയിലാണ്. ആ രീതിയിൽ കൊണ്ടുപോയി പണവും കൊടുത്തിട്ടുണ്ട്. പണമില്ലാതെ ഒന്നും യുവന്മാരും പോകത്തില്ല. പണമാണ് ഇതിൻ്റെ ആവശ്യം, എല്ലാം പണമാണ് വേണ്ടത്. അപ്പോൾ അത് പോവും. അങ്ങനെ പോകുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പുറകെ നടക്കാൻ. അപ്പോൾ ഇത് ഒരു പാർട്ടി ജയിച്ചതിന് ശേഷം അവരെ മൊത്തം മൂടോടുകൂടി അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടുണ്ട്. അത് ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പിന്നെ ഇത് സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നത്. ആ ചോദ്യം വന്നിട്ട് അപ്പോൾ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയെ ചലഞ്ച് ചെയ്തപ്പോൾ അതൊന്ന് മാറ്റി എഴുതണം, അല്ലെങ്കിൽ അതിനകത്തൊന്ന് തീരുമാനം എടുക്കണമെങ്കിൽ അതിലും കൂടിയ അംഗങ്ങളുള്ള ബെഞ്ച് വേണം, അംഗത്വമുള്ള ബെഞ്ച് വേണം. അപ്പോൾ 7 ജഡ്ജസ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അത് ഫുൾ കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇത് കേൾക്കാൻ തുടങ്ങിയത്. അത് വാദം കേട്ടു ആയിട്ട് ഒരു വളരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിധി വരുന്നത്. വളരെ നല്ല ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. MLA മാരായാലും മന്ത്രിമാരായാലും ഈ MP മാരായാലും നിയമസഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കുന്നതിനോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ഇതുപോലെ വോട്ട് ചെയ്യുന്നതിനോ ഇതിനൊന്നും കൈക്കൂലി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് കൈക്കൂലിയാണ്, ബ്രൈബാണ്.
അത് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റമാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസാണ് എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഡിക്ലെയർ ചെയ്തു. വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിധിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനെ മറികടക്കാനൊക്കെയുള്ള മാർഗങ്ങൾ കള്ളന്മാർ കണ്ടുപിടിക്കും. അതിന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുണ്ട്. ഈ ഇപ്പോൾ അത് ഈ ഒരു ക്രിമിനൽ കുറ്റം ഇതുപോലെ ചെയ്യണം, കൈക്കൂലി വാങ്ങണം, അല്ലെ വാങ്ങിച്ചു എന്നുള്ളതിന് എന്ത് തെളിവ് കിട്ടാനാണ്? വളരെ ഒന്നുകിൽ ഈ പൊടിയിട്ട് പിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നേരെ കാണണം. ഇത് രണ്ടും ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുകയല്ല കേട്ടോ. കാരണം ഇത് ഒന്നും അറിയത്തില്ല. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഫിനോഫ്തലിൻ പൗഡറും കൊണ്ടും ചെല്ലാൻ ഒക്കുള്ളൂ. അതാ ഈ പൊടിയിട്ട് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ആ പൗഡർ ഇട്ട് പിടിച്ച് നോട്ടിനകത്ത് പൗഡറും പുരട്ടി റെഡിയാക്കി അങ്ങോട്ട് കൊടുത്ത് പോക്കറ്റ് വെച്ച് വിടും, റെഡിയാക്കി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ചാടി വീണ് പിടിച്ചിട്ട് കൈയൊക്കെ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ഇത് വയലറ്റ് കളറായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർന്നു. കാരണം അതിന് നല്ല തെളിവാണ്. ഇതിനകത്ത് അങ്ങനെയുള്ള തെളിവൊന്നും കിട്ടത്തില്ല, പിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒന്നാമതൊരു കംപ്ലൈൻ്റ് ഇല്ല. കംപ്ലൈൻ്റ് ഉള്ള എതിർ പാർട്ടിക്ക് മാത്രമേ കംപ്ലൈൻറ്റ് വരുള്ളൂ, അതായത് മറ്റു പാർട്ടിക്കാർക്ക്. അതൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാശ് വാങ്ങിച്ചതെല്ലാം ചെന്ന് പുട്ടടിച്ച് തീർത്തതിന് ശേഷമായിരിക്കും മറ്റവർ അറിയുന്നത് ഇതുപോലെ കാശ് വാങ്ങിച്ചതിൻ്റെ അവൻ പോയെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും തെളിവൊന്നും കിട്ടത്തില്ല, വലിയ ബദ്ധപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിധി നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ അത് എത്രത്തോളം പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വിധിയെ മറികടക്കാൻ ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകൾ എപ്പോഴും ഇവർ കണ്ടുപിടിക്കും. ഇവർ സാധാരണ ജനങ്ങളെ കഴിയും മിടുക്കരാണല്ലോ രാഷ്ട്രീയക്കാർ. കാരണം പണമില്ലാതെ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു മാർഗമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ പണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ശരീരം അനങ്ങാതെ പണം ഉണ്ടാക്കി എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരും, അതിനുള്ള മാർഗം അവർ കണ്ടുപിടിക്കും. കാരണം ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമുള്ള ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ജഡ്ജിമെൻറ്റിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടാൻ.